കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ വീട് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ വൈമനസ്യം കാട്ടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർ ആവശ്യപ്പെടുന്ന സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ വനം വകുപ്പ് കടുത്ത പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വന്യമൃഗാക്രമണത്തിനിരയാകുന്ന കുടുംബങ്ങളോട് സംസ്ഥാന സർക്കാർ കാട്ടുന്നത് തികഞ്ഞ അനീതിയാണെന്നും കർഷകർ ആവശ്യപ്പെടുന്ന സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ വനം വകുപ്പ് കടുത്ത പരാജയമാണെന്നും ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് അനുവദിച്ചത്. കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് മരിച്ച അബ്രഹാമിന്റെ കുടുംബത്തിന് താൽക്കാലിക ജോലിയല്ല ആവശ്യം. 2 വർഷമായി രോഗശയ്യയിലായ അബ്രഹാമിന്റെ പത്നിക്ക് ആവശ്യമായ ചികിത്സാ സഹായവും കുടുംബാംഗങ്ങൾക്ക് സർക്കാർ സ്ഥിരം ജോലിയും നൽകാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. അബ്രഹാമിന്റെ വീട്ടിൽ കുടുംബത്തിനെ കണ്ടതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ എബ്രഹാമിന്റെ കുടുംബത്തിന് ആശ്വാസം അരുളുന്ന ശക്തമായ നടപടികൾ ഉണ്ടാവണം. ഈ പ്രദേശത്തെമ്പാടും അധിവസിക്കുന്ന കർഷകരുടെ, ഇവിടെ ജീവിക്കുന്ന ഈ സ്ഥലവാസികളും അവരുടെ എല്ലാവരുടെയും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഉത്കണ്ഠയും അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കി വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. സ്ഥായിയായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവസരത്തിനൊത്ത് ഉയരണം. കാരണം ഈ ഒരു കാട്ടുപോത്ത് ഇതിനു മുമ്പും പല ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അത് കണ്ടെത്തി ഇനിയും ഒരാക്രമണം ഉണ്ടാകാത്ത വിധത്തിൽ അത് വെടിവെച്ച് കൊല്ലുവാൻ ഉള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഉറപ്പ് പാലിക്കണം. ത്വരിതഗതിയിൽ വളരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് അതിന്മേലും ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ, മേഖലാ സെക്രട്ടറി എൻ പി രാമദാസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ബബീഷ് ഉണ്ണികുളം, കെ ഭാസ്കരൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര.